ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ മൈനൂസ് അട ഉണ്ടാക്കാം. ആദ്യം ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ്. അങ്ങനെ നല്ലപോലെ വഴന്നതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചിരണ്ടിയത് അരക്കപ്പ് ക്യാപ്സിക്കം, അരക്കപ്പ് കാബേജ് അരിഞ്ഞതും ചേർത്ത് ചെറിയ തീയിൽ നല്ലപോലെ വാട്ടിയെടുക്കാം. അങ്ങനെ നല്ലപോലെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ്, ഗരം മസാല എന്നിവയെല്ലാം ചേർക്കാം. ഇങ്ങനെ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിന്. ഇത് നല്ലപോലെ തൊല്ലിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയെല്ലാം കാൽ ടീസ്പൂൺ ചേർക്കാം. അങ്ങനെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള മസാലയായി കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സും കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഗരം മസാലയും അങ്ങനെ എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് ഉപ്പെല്ലാം ആയതിനു ശേഷം നമുക്കിതിലേക്ക് മയോണൈസ് ചേർക്കാം. ഞാൻ റെഡി മയോണൈസാണ് ചേർക്കുന്നത്. നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയിട്ടും ചേർത്താലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ അരക്കപ്പ് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു മസാല തയ്യാറാക്കാം. അങ്ങനെ നല്ല മസാല എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മാവ് കൊഴുക്കാൻ വേണ്ടി ചൂടുവെള്ളം തിളപ്പിച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളത്തിലേക്ക് പകുതിയോളം ബട്ടർ ചേർക്കുന്നുണ്ട്. അത് മെൽറ്റായതിന് ശേഷം 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് എത്രയാണ് അപ്പത്തിന് ആവശ്യത്തിന് വേണ്ടത് മസാലക്ക് അനുസരിച്ച് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല തിളച്ച വെള്ളമാണ് അതിലേക്ക് ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുക്കും. നല്ല പാകമായി കിട്ടും. നല്ല പാകത്തിന് വെള്ളമെല്ലായി ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മാവായി കിട്ടും. അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ചൂടോടെ തന്നെ കുഴച്ചാൽ മതി. അങ്ങനെ നമ്മളുടെ മാവൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പറിലിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ പരത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഓരോ ബോൾസാക്കിയിട്ട് എടുത്തതിന് ശേഷം ഒരു മാറ്റിലോ പലയിലോ പരത്തി കൗണ്ടർ ടോപ്പിലിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ കുറച്ച് മൈദ തൂവി പരത്തിയാൽ മതി. നല്ലോണം ഇടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് സോഫ്റ്റായ മാവായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നല്ലതിൽ പരത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ നല്ലപോലെ പരത്തിയതിന് ശേഷം നമുക്ക് റൗണ്ടായി ഒരു കുപ്പിൻ്റെ മൂടോടോ ഇങ്ങനെ ഷേപ്പോടോ റൗണ്ടായിട്ട് കട്ടാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ നല്ലപോലെ പരത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഒരു ചെറിയൊരു സ്റ്റീൽ ബൗളോട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അട ഉണ്ടാക്കുന്ന ഭാഗത്തിലായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ 2 ഭാഗവും ഒട്ടിച്ച് കൊടുക്കാം. ഇതിന് നല്ല ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പിരിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ പിരിക്കാതെ ഇങ്ങനെ സ്പൂണോട് കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുത്തതാണ്. കോർക്ക് സ്പൂണോട് കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എല്ലാം എടുത്ത് അപ്പോൾ ഇതേപോലെ എല്ലാം ആക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടാകുമ്പോൾ നമുക്ക് എണ്ണയിലിട്ട് നല്ലപോലെ പൊരിച്ചെടുത്ത് റെഡിയാക്കാം. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ മൈനസ് അടയാണ്. നല്ല ടേസ്റ്റാണ്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാവ് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. മസാലയൊക്കെ മൈനസെല്ലാം ഇട്ട് റെഡിയാക്കിയതുകൊണ്ട് അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. അങ്ങനെ ഒരു ഭാഗം നല്ലപോലെ മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മറിച്ചിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് കോരിയെടുക്കാം.
അങ്ങനെ നമ്മുടെ ഈ മസാല മൈനൂസ് അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.